Hi friends, welcome to SL's Academy. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള പുരുഷൻ ആരെന്ന് ചോദിച്ചാൽ നൊനാമ. ജപ്പാൻകാരനാണ് നൊനാമ. അദ്ദേഹത്തിന്റെ വയസ്സ് 113 വയസ്സായിരുന്നു. എന്നാൽ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് അന്തരിച്ചതാണ്. 2013 അന്തരിച്ചു. ജപ്പാൻകാരനായ ജിറോ മോൻകിമുറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 116 വയസ്സായിരുന്നു. ക്ലിയർ. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാരെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? ജപ്പാനിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. മുംബൈ മാരത്തൺ വനിതാ വിഭാഗം ചാമ്പ്യൻ ആയത് ആരെന്ന് ചോദിച്ചാൽ വർക്കിനേഷ് അലീമു. എത്യോപ്യക്കാരിയാണ് വർക്കിനേഷ് അലീമു. ക്ലിയർ. അടുത്ത പുരുഷ വിഭാഗം ചാമ്പ്യൻ കോസ്മാസ് ലെഗാത്ത്. കെനിയക്കാരനായ കോസ്മാസ് ലെഗാത്ത്. അടുത്ത മുംബൈ മാരത്തണിൽ ഇന്ത്യൻ വിഭാഗത്തിൽ ചാമ്പ്യനായത് ആരെന്ന് ചോദിച്ചാൽ നിതേന്ദ്ര സിംഗ് റാവത്താണ്. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത, ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയ വ്യക്തിയാണ്. നിതേന്ദ്ര സിംഗ് റാവത്ത്. സ്വർണ്ണ മെഡലാണ് ലഭിച്ചത്. ഇന്ത്യൻ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചത് നിതേന്ദ്ര സിംഗ് റാവത്ത്. എന്നാൽ വെള്ളി മെഡൽ നേടിയത് ആരെന്ന് ചോദിച്ചാൽ TP ഗോപിയാണ്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യനായിരുന്നു, ഇന്ത്യൻ വിഭാഗത്തിൽ ചാമ്പ്യനായിരുന്നു TP ഗോപി. എന്നാൽ ഈ പ്രാവശ്യം 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 3ാം സ്ഥാനം നേടിയത് കരൺ സിംഗ്. ക്ലിയർ. അടുത്ത പോയിന്റ്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ കിരീടം നേടിയത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ച മെഡലുകൾ 85 ഗോൾഡ്, 62 സിൽവർ, 81 ബ്രോൺസ്. ക്ലിയർ. എന്നാൽ 2ാം സ്ഥാനത്ത് എത്തിയത് ഹരിയാന. ഒന്നുകൂടെ നോക്കാം. അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ആരെന്ന് ചോദിച്ചാൽ നൊനാമ. 113 വയസ്സ്. ജപ്പാൻകാരനാണ്. എന്നാൽ 2013 അന്തരിച്ച ജപ്പാൻകാരനായ ജിറോ മോൻകിമുറയാണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത്. 116 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ ഇദ്ദേഹത്തിന് 113 വയസ്സ്. ജീവിച്ചിരുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. അടുത്ത മുംബൈ മാരത്തൺ വനിതാ വിഭാഗത്തിൽ ചാമ്പ്യനായത് ആരെന്ന് ചോദിച്ചാൽ വർക്കിനേഷ് അലീമു. എത്യോപ്യക്കാരിയാണ് വർക്കിനേഷ് അലീമു. അടുത്ത പുരുഷ വിഭാഗം ചാമ്പ്യൻ ആരെന്ന് ചോദിച്ചാൽ കോസ്മാസ് ലെഗാത്ത്. കെനിയക്കാരൻ. ക്ലിയർ. അടുത്ത മുംബൈ മാരത്തൺ ഇന്ത്യൻ വിഭാഗത്തിൽ ചാമ്പ്യനായത് നിതേന്ദ്ര സിംഗ് റാവത്ത്. ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയ വ്യക്തിയാണ് നിതേന്ദ്ര സിംഗ് റാവത്ത്. ഇതിൽ വിജയിച്ചതിനെ തുടർന്നാണ് ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത്. അടുത്ത 2ാം സ്ഥാനത്ത് ടി ഗോപി. 3ാം സ്ഥാനം കരൺ സിംഗ്. അടുത്ത പോയിന്റ്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ കിരീടം നേടിയത് മഹാരാഷ്ട്ര. എത്ര ഗോൾഡ് എന്ന് ചോദിച്ചാൽ 85 ഗോൾഡ്, 62 സിൽവർ, 81 ബ്രോൺസ്. 2ാം സ്ഥാനം നേടിയത് ഹരിയാന. അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ്, വിദൂര വിദ്യാഭ്യാസത്തിന്റെ പ്രചാരണത്തിനായുള്ള കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായി നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ കാർത്യായനി അമ്മ. എന്താ കാർത്യായനി അമ്മയുടെ പ്രത്യേകത? സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പദ്ധതിയിലെ 1ാം റാങ്കുകാരിയാണ് കാർത്യായനി അമ്മ. ഏറ്റവും കൂടുതൽ വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് കാർത്യായനി അമ്മ. ഓർത്തു വെക്കണം. LDC, LGS പോലുള്ള എക്സാമില്, VO പോലുള്ള എക്സാമില് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർത്തു വെക്കുക. അടുത്ത് അന്തരിച്ച പ്രശസ്ത ഗിത്താറിസ്റ്റും കർണാട്ടിക് ബ്രാൻഡ് സ്ഥാപകനുമായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ജോൺ ആന്റണി. അടുത്ത പോയിന്റ്, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 40 വയസ്സിന് ശേഷം ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ വസീം ജാഫർ. ക്ലിയർ. അടുത്ത പോയിന്റ്, 2020 വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചറായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏത് ചോദിച്ചാൽ റിയോ ഡി ജനീറോ. ക്ലിയർ. അടുത്ത പോയിന്റ്, കേന്ദ്ര പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഡിഫോ ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. ഏത് നദി എന്ന് ചോദിച്ചാൽ ചിപ്പു നദി. ബ്രിഡ്ജിന്റെ നീളം, പാലത്തിന്റെ നീളം 426 മീറ്റർ. ഒന്നുകൂടെ നോക്കാം. വിദൂര വിദ്യാഭ്യാസത്തിന്റെ പ്രചാരണത്തിനായുള്ള കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായി നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ കാർത്യായനി അമ്മ. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പദ്ധതിയിലെ 1ാം റാങ്കുകാരിയാണ് കാർത്യായനി അമ്മ. അന്തരിച്ച പ്രശസ്ത ഗിത്താറിസ്റ്റും കർണാട്ടിക് ബ്രാൻഡ് സ്ഥാപകനുമായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ജോൺ ആന്റണി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 40 വയസ്സിന് ശേഷം ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ വസീം ജാഫർ. അടുത്ത പോയിന്റ്, 2020 വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചറായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏതെന്ന് വെച്ചാൽ റിയോ ഡി ജനീറോ. അടുത്ത പോയിന്റ്, കേന്ദ്ര പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഡിഫോ ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്ത് എന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശാണ്. ഇത് ഏത് നദിയിലാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ചിപ്പു നദിയാണ്. ചിപ്പു നദി. ഈ ബ്രിഡ്ജിന്റെ നീളം, ഈ പാലത്തിന്റെ നീളം 426 മീറ്റർ. ക്ലിയർ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.